പ്രശസ്തമായ കാത്തലിക് മൊബൈൽ ആപ്ലിക്കേഷനായ ഹാലോയെ നിരോധിച്ച് ചൈനീസ് ഗവൺമെൻറ്. നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾ അടങ്ങിയതെന്ന് ആരോപിച്ചാണ് ആപ്പ് നിരോധിച്ചതെന്ന് ആപ്പിൻ്റെ ഉടമസ്ഥനായ അലക്സ് ജോൺസ് എക്സിൽ കുറിച്ചു. ചൈനയിലെ എല്ലാ ക്രൈസ്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓഡിയോ ഉൾപ്പെടെ പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന ഉള്ളടക്കങ്ങളടങ്ങിയ ഹാലോ ആപ്പിന് ലോകമെങ്ങും വലിയ സ്വീകാര്യതയാണുള്ളത്. 2018 ആരംഭിച്ച ഈ പ്രാർത്ഥന ആപ്പ് ഇതിനോടകം 150 രാജ്യങ്ങളിലായി 14 ദശലക്ഷത്തിലധികം ഡൗൺലോഡുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആപ്പ് സ്റ്റോറിൽ ഹാലോ ടോപ്പ് റാങ്കിലെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ താങ്കളുടെ ആപ്പ് രാജ്യത്ത് നിരോധിക്കുകയാണെന്ന് കാണിച്ച് ചൈനീസ് സർക്കാർ തനിക്ക് ഇമെയിൽ സന്ദേശം അയച്ചതായി അലക്സ് ജോൺസ് പറഞ്ഞു. ചൈനയിലെ ക്രൈസ്തവർക്കായി വെബ്സൈറ്റുകളിലൂടെയും വെബ് ആപ്ലിക്കേഷനുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും തുടർന്നും സേവനം ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെക്കുറിച്ച് വിറ്റ്നസ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ പുതിയ ഓഡിയോ അടുത്തിടെ ആപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു. കമ്മ്യൂണിസത്തിനെതിരെയുള്ള മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതിൽ പരാമർശിച്ചിരുന്നു. ചൈനീസ് സർക്കാർ മതപരമായ ആപ്പുകൾ നീക്കം ചെയ്യുന്നത് ഇതാദ്യമല്ല. 2021 ചൈനയിലെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോർ ഓഫറുകളിൽ നിന്ന് ഒരു ഡിജിറ്റൽ ബൈബിൾ കമ്പനി അതിൻ്റെ ആപ്പ് നീക്കം ചെയ്യാൻ നിർബന്ധിതരായിരുന്നു. ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി വാട്സാപ്പ്, സിഗ്നൽ, ടെലിഗ്രാം എന്നിവ നീക്കം ചെയ്യാൻ ആപ്പിൾ കമ്പനിക്ക് നിർദ്ദേശം നൽകിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്.